മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം പങ്കെടുത്ത പരിപാടി അദ്ദേഹം ഉണ്ടായിരുന്ന വേദിക്കരികിലൂടെ ഒരു സ്വകാര്യ ബസ് വലിയ ശബ്ദത്തിൽ ഹോൺ മുഴക്കി പോയ സംഭവം പിന്നീട് ആ ഡ്രൈവർക്കും ബസ്സിനുമെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകുന്നു. തുടർന്ന് ഈ എയർ ഹോണുകൾ പിടികൂടുക എന്ന ഒരു കർശനമായ നിർദ്ദേശം കൂടി മന്ത്രി നൽകി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയിൽ പിടികൂടിയത് 5,18,000 രൂപയുടെ പിഴ ചുമത്തിക്കൊണ്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയത്. അതിൽ തന്നെ ഈ എയർ ഹോൺ പരിശോധനയ്ക്കൊപ്പം തന്നെ മറ്റ് കുറ്റങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. നല്ല കാര്യമാണ്. കാരണം മന്ത്രിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകേണ്ടി വന്നു. എയർ ഹോൺ പിടികൂടുന്നതിന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതല്ല. അദ്ദേഹം വലിയ വാഹനപ്രേമിയാണ്, വാഹനപ്രിയനാണ്. അദ്ദേഹത്തിന് ധാരാളം കാറുകളും വാഹനങ്ങളും അദ്ദേഹം വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാതടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടാകേണ്ടി വന്നു ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി. പക്ഷേ അപ്പോഴും കെ ബി ഗണേഷ് കുമാർ ഈ മന്ത്രിസഭയിലെ ഒരു നല്ല മന്ത്രി എന്ന് നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം അദ്ദേഹത്തിന് ചാർത്തിക്കിട്ടുമ്പോഴും ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരല്പം എടുത്തുചാട്ടമുള്ളതല്ലേ, അല്ലെങ്കിൽ ആളുകളെ വേദനിപ്പിക്കുന്നതല്ലേ എന്ന ഒരു ചോദ്യം കൂടി അവശേഷിപ്പിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് തന്നെ കാരണമായത് അവിടെ ആ സ്വകാര്യ ബസ്സിൻ്റെ ഹോണായിരുന്നു. പക്ഷേ ആ സംഭവത്തിന് ശേഷം ആ ബസ്സിൻ്റെ ഡ്രൈവർ പറഞ്ഞ കാര്യം കൂടി ഒരല്പം നമ്മൾ കേട്ടു നോക്കേണ്ടതാണ്. ഞാൻ വണ്ടി അവിടെ നിന്ന് ഒരു പോലീസ് വണ്ടി ഇറങ്ങി വന്നു. പോലീസ് വണ്ടി ഇറങ്ങി വന്നപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. പിച്ച് കിട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് കയറി പോകാൻ വഴിക്ക് ഒരു കാറ് വട്ടം തിരിച്ചപ്പോൾ ഞാൻ ഓണടിച്ചപ്പോൾ ഓൺ സ്റ്റക്കായിപ്പോയി. ഞാൻ സ്റ്റാൻഡിൻ്റെ അകത്ത് കയറിയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ വയറൊക്കെ വെച്ച് പിടിച്ചപ്പോഴേക്ക് KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ആ വയറ് വലിച്ചു പിടിച്ചു. എന്നിട്ട് വെഹിക്കിൾമാർ അവിടെ നിന്ന് ആറ്റിയ വെഹിക്കിൾമാരൊക്കെ ഉണ്ടായിരുന്നു. വെഹിക്കിൾമാർ എന്നോട് പറഞ്ഞു വണ്ടി പൊക്കമെന്നും പറഞ്ഞ് ഞാൻ വണ്ടി സ്റ്റാൻഡിലേക്ക് പോകുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ആ ഡ്രൈവർ കൃത്യമായി പറയുന്നുണ്ട് അതൊരു സാങ്കേതിക പ്രശ്നമായിരുന്നു, ഹോൺ സ്റ്റക്കായതാണ്. ആ ഡിപ്പോയിൽ കയറി തിരികെ ഇറങ്ങുമ്പോൾ KSRTCയുടെ തന്നെ ജീവനക്കാരാണ് ആ പ്രശ്നം പരിഹരിച്ചതെന്ന്. അതായത് ആ ഡ്രൈവർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കുറച്ചുകൂടി അവധാനതയോടുകൂടി മന്ത്രി ഇത് പരിശോധിച്ചിരുന്നെങ്കിൽ KSRTCയുടെ ജീവനക്കാർ തന്നെയാണോ ഇത് പരിഹരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഡ്രൈവറുടെ പ്രശ്നമല്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തിനെതിരെയുള്ള നടപടി നിർദ്ദേശമൊക്കെ ഒഴിവാക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷേ മന്ത്രി അതിന് തയ്യാറായില്ല. അദ്ദേഹം തിടുക്കപ്പെട്ട് ചില നടപടികൾ എടുത്തു എന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും പറയുന്നു KSRTCയിൽ ശമ്പളം കൃത്യമായി കൊടുത്തു തുടങ്ങിയത് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ഈ 2.5 വർഷത്തേക്ക് അദ്ദേഹം എത്തുന്ന സമയത്താണ്. നേരത്തെ 3-4 മാസത്തെ കുടിശ്ശിക KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കുമൊക്കെ വന്നിരുന്നു. അന്ന് ആൻ്റണി രാജുവിൻ്റെ കാലമാകുമ്പോൾ അദ്ദേഹം അതിൽ കുറേ കാലത്തെ കുടിശ്ശിക കുറച്ചു കൊണ്ടുവന്ന് ഏതാണ്ട് 1.5 മാസം എന്ന നിലയിലൊക്കെ അദ്ദേഹം എത്തിച്ചു. പക്ഷേ ഗണേഷ് കുമാർ എത്തിയതോടുകൂടി KSRTCയിൽ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്ന നിലയെത്തി. കാരണം ഈ മനുഷ്യരെല്ലാം ജോലി ചെയ്യുന്നത്, രാപകൽ അധ്വാനിക്കുന്നത് ശമ്പളം, വേതനം അല്ലെങ്കിൽ അന്നന്നത്തെ കൂലി എന്ന കാര്യത്തിന് തന്നെയാണ്. അത് അദ്ദേഹം കൊടുക്കുന്നതിൽ വിജയിച്ചു എന്നാണ്. മാത്രമല്ല ഓണക്കാലത്ത് 10 കോടി രൂപ പ്രതിദിന വരുമാനം എന്ന നിലയിലേക്ക് KSRTCയുടെ കളക്ഷൻ മാറിയിരുന്നു. അതും വലിയൊരു നേട്ടമാണ്. പ്രതിദിനം 8 കോടി എന്ന ഒരു ഫിഗറിലേക്ക് എത്തിയാൽ വലിയ തട്ടുപാടില്ലാതെ KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഗണേഷ് കുമാർ ഉറപ്പിച്ച് പറയുന്നു. അതിൻ്റെ ചില പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. മുന്തിയ ബസ്സുകൾ വാങ്ങുന്നുണ്ട്, സർവീസുകൾ പരിഷ്കരിക്കുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ സർവീസ് ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് ഈ സർവീസുകളെ പുനർവിന്യസിക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സർവീസുകളിൽ പരിഷ്കാരം വരുന്നുണ്ട്. ആ തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. കേസുകളിൽ വിജയിക്കാനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് 90-ലധികം വരുന്ന പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ പലതും പണയത്തിലാണ്. ആ വായ്പകൾ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ജീവനക്കാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അവിടെ ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവറോട് കാണിച്ചത് പോലെ തന്നെ ചില കടുത്ത ശാസനകൾ അല്ലെങ്കിൽ പബ്ലിക്കിന് മുന്നിൽ ആളുകളെ ശകാരിക്കുന്ന രീതി, ഒരു മന്ത്രിക്ക് ജീവനക്കാരനെ ശാസിക്കാനുള്ള പരിപൂർണമായ അധികാരമുണ്ട്. അങ്ങനെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒന്ന് ചാടിച്ചാൽ മാത്രമേ ആ ചൂട് നിലനിൽക്കൂ, ആ വകുപ്പ് നല്ല നിലയിൽ പോകൂ. അതെല്ലാം ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ നട റോഡിൽ ഒരു ബസ്സിന് മുന്നിൽ വാട്ടർ ബോട്ടിലിൻ്റെ കുപ്പി കിടന്നു എന്നതിൻ്റെ പേരിൽ ഒരു ഡ്രൈവറെ അദ്ദേഹം ശകാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ശകാരിക്കാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ കെ വി ഗണേഷ് കുമാർ അവിടെ പറയുന്നതിൻ്റെ സമയം, അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷ, എതിർ വശത്ത് നിൽക്കുന്നതും ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കീഴിൽ, അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിൽ ഒരുപക്ഷെ അദ്ദേഹം മന്ത്രിസ്ഥാനമൊക്കെ മാറി പോയാലും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തുടരേണ്ട ആളാണ്. അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തുടർന്ന ആളാണ്. അങ്ങനെ ഒരു മഹാ അപരാധമാണോ ആ മനുഷ്യൻ കാണിച്ചതെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പക്ഷേ
ക്ലീനിങ് അല്ലെങ്കിൽ ആ ഒരു ക്ലീനസ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വൃത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു ബസ് ഭംഗിയായിരിക്കുക എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. യാത്രക്കാരെ ആകർഷിക്കുന്നതിനും യാത്രക്കാർക്ക് നല്ല യാത്ര പ്രദാനം ചെയ്യുന്നതിനുമൊക്കെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ആ ഡ്രൈവറോട് നട റോഡിൽ അത്രയും സമയം മന്ത്രി അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്.